മന്ത്രി റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് എമ്മിനും രൂക്ഷ വിമർശനമാണ് CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൽ ഇടുക്കിയിൽ ഇന്നലെ ഉണ്ടായത്. ജില്ലയിൽ മന്ത്രി ഉണ്ടായിട്ടും കാര്യമായ വികസനം നടക്കുന്നില്ല. റോഷി വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന മന്ത്രിയാണെന്നും നേതാക്കൾ വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം വോട്ടുകൾ ഇടതുമുന്നണിക്ക് കിട്ടിയില്ല എന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നും ജില്ലാ സമ്മേളനത്തിൽ നേതാക്കൾ വിമർശിച്ചു. സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ. സന്ദീപ് രാജാക്കാട്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ജില്ലാ സമ്മേളനത്തിന്റെ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടുക്കിയിൽ എങ്ങനെയാ പൊതുവെ തണുപ്പ്? മൂന്നാറിലൊക്കെ 0 ഡിഗ്രിയിലേക്കൊക്കെ എത്തിയോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തണുപ്പ് ഉണ്ട് എങ്കിൽ പോലും നമ്മളിപ്പോൾ തൊടുപുഴ ആയതുകൊണ്ട് നല്ല ചൂടാണ്. ഹൈറേഞ്ചിലെയും കാര്യമായ തണുപ്പെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചില ദിവസങ്ങളിൽ മാത്രം നല്ല തണുപ്പും മഞ്ഞും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ മൈനസിലേക്കൊക്കെ എത്തേണ്ടതായിരുന്നു. പക്ഷേ വളരെ കുറച്ച് 1-2 തവണ മാത്രമാണ് മൈനസിലേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചൂട് എല്ലായിടത്തും ഉള്ളതുപോലൊരു ചൂട് ഹൈറേഞ്ചിലും ഉണ്ട് ഡോക്ടർ അരുൺകുമാർ. തൊടുപുഴയിലെ ചൂട് അത്ര വലിയ ചൂടൊന്നുമല്ല. ഞങ്ങൾ വടക്കൻ കേരളത്തിലോട്ടൊക്കെ വരുമ്പോഴാണ് ചൂട് യഥാർത്ഥത്തിലുള്ള ചൂടാവുക. എന്തായാലും തണുപ്പ് പൊതുവെ അന്തരീക്ഷത്തിലുണ്ടെങ്കിലും ഇടുക്കിയിലെ ജില്ലാ സമ്മേളനത്തിന് നല്ല ചൂടാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇന്നലെ കേരള കോൺഗ്രസ് എം വിഭാഗത്തിന് രൂക്ഷമായ വിമർശനമാണ് പാർട്ടിയിൽ ഉണ്ടായതെന്ന് കേട്ടു സമ്മേളനത്തിൽ. മാത്രവുമല്ല, ഈ പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ അടികിട്ടാതെ തിരിച്ചു പോന്നാ ഭാഗ്യമെന്നൊക്കെ നേതാക്കൾ പറഞ്ഞുവെന്നാണ് കേട്ടത്. അങ്ങനെയൊക്കെ തന്നെയാണോ? ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിൽ തന്നെയാണ്. ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെയും ചർച്ച പൂർണ്ണമായി തീർന്നിരുന്നില്ല. അപ്പോൾ ഈ ചർച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ സമയം അനുവദിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഴകീറിയുള്ള ഒരു പരിശോധനയും വിമർശനങ്ങളും ധാരാളം വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉയർത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഇന്നലെ ഏറ്റവും കൂടുതൽ ഉയർന്നത് വനം റവന്യൂ വകുപ്പുകൾക്കെതിരെയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസിനുമെതിരെ വിമർശനം ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കാര്യക്ഷമമായ ഒരു പ്രവർത്തനം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഈ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രിയായി മാറിയിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ ഈ പ്രതിനിധികൾ ഉന്നയിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ പൂർണ്ണമായും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി ലഭിച്ചിട്ടില്ല എന്നുള്ള വിമർശനമടക്കം ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി വിമർശനം ഉയരുന്നത് മറ്റെല്ലാ ജില്ലാ സമ്മേളനങ്ങളും പോലെ തന്നെ ഈ ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. പോലീസ് സ്റ്റേഷൻ പോലീസുകാർ കാര്യമായ ഇല്ലെങ്കിൽ ഒരു ശരിയായ രീതിയിലല്ല പോകുന്നത്. ഈ പോലീസിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനമടക്കം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാത്ത സാഹചര്യമുണ്ട്. പാർട്ടി പ്രവർത്തകർക്ക് വേണ്ട ഒരു പരിഗണന അവിടെ ചെല്ലുമ്പോൾ പൊതുപ്രവർത്തകർക്ക് കിട്ടേണ്ട രീതിയിൽ കിട്ടുന്നില്ല തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇന്നലെ ഇപ്പോൾ വനം വകുപ്പിനും AK ശശീന്ദ്രനുമെതിരെ അതുപോലെ തന്നെ റവന്യൂ വകുപ്പിനെതിരെ വലിയ രീതിയിൽ അതെല്ലാം ഇടുക്കിയെ ബാധിക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ രൂക്ഷമായ വിമർശനവും സമ്മേളനത്തിൽ ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ നിരന്തരമായ ഇത്തരം വിഷയങ്ങൾ കൂടി ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. എന്തായിരുന്നാലും കേരള കോൺഗ്രസിനെയും മന്ത്രിയെയും വിമർശിക്കുമ്പോൾ അത് മുമ്പും അത്തരം ആരോപണങ്ങൾ ഉയരുകയും അതിന് ഇടതുപക്ഷ നേതാക്കന്മാർ മറുപടി പറയുകയും ഒക്കെ ഇടുക്കിയിൽ ചെയ്തിട്ടുള്ളതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ. എങ്കിലിരുന്നാൽ പോലും ഈ ഒരു സമ്മേളന ഘട്ടത്തിൽ അത് കാര്യമായി എടുത്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. കാരണം ഈ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് എത്തിയതിന്റെ ഒരു വലിയ ഗുണഫലം ഇടതുപക്ഷത്തിന് ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. അത് വീണ്ടും സമ്മേളനത്തിൽ പ്രതിനിധികൾ ചർച്ചയാക്കുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇഴകീറിയുള്ള പരിശോധന, അതിനകത്ത് രൂക്ഷമായ വിമർശനങ്ങൾ, പരസ്പരമായി സ്വയം വിമർശനാത്മകമായി ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് ഈ ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനമൊക്കെ പരസ്യമായി പച്ചയ്ക്ക് ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഇന്നും ചർച്ച തുടരും. ബാക്കിയുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാളെയാണ് സമ്മേളനം സമാപിക്കുക. നാളെ മുഖ്യമന്ത്രി ഇടുക്കിയിലേക്ക് എത്തുന്നുണ്ട് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കൂടി എത്തും. എന്തായിരുന്നാലും MV ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഈ ചർച്ചകൾക്കെല്ലാം മറുപടി ഉണ്ടാകും. ആ മറുപടിയിൽ ഈ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പൊതുവായി ഉയർന്നിരിക്കുന്ന കാര്യങ്ങളിൽ നാളെ മുഖ്യമന്ത്രി എത്തുമ്പോൾ മറുപടി ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു സന്ദീപ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നൽകുക. വളരെ ആഴത്തിലുള്ള വിമർശനങ്ങളാണ് പാർട്ടി സമ്മേളനങ്ങളിൽ ഉണ്ടാവുന്നത്. അതിൽ പാർട്ടി സമ്മേളനങ്ങളിലുള്ള വിമർശനം പാർട്ടിയുടെ ജനാധിപത്യത്തിന് കരുത്ത് നൽകുമെന്നതാണ് പാർട്ടിയുടെ നിലപാടും.